ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. യെസ് ഗൈസ്, നമ്മൾ ഇന്ന് പോലീസിൻ്റെ ഇരയായിരിക്കുകയാണ്. യെസ്, നമ്മളെ പോലീസ് പിടിച്ച് നമ്മൾ GTR ഫെറാറിയൊക്കെ വാങ്ങിച്ചല്ലോ. എന്നിട്ട് സൂപ്പറയും മസ്റ്റാങ്കും കട്ടെടുക്കാൻ പോകുന്ന വഴി ഇവർ നമ്മളെ പിടിച്ചു. പക്ഷേ നമ്മൾ ഇതിന് എസ്കേപ്പ് ആവും. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു മാജിക് ഫോൺ കാണിച്ചു കൊടുക്കണ്ടവർക്ക്. നീ ഫോൺ കൊണ്ടുപോകാൻ തോന്നിയിരിക്കുന്നത്, ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുത്താ നീ എത്ര ഉള്ളു മോനെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിക്കട്ടെ. നമ്പർ 23467779. യെസ്, ബാക്കി നമ്പർ 31. ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ. അതെ, എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ. ഹലോ കൂട്ടുകാരാ, പൊട്ടിച്ചോ? അതായത് അവനിവിടെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊട്ടിച്ചാൽ മതി. നമ്മുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലത്തിന് കുറച്ച് ഗൺസൊക്കെ ഉണ്ട്. കുഴപ്പമില്ല വിളിക്കോ. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് പോലീസിൻ്റെ അടുത്ത് എങ്ങനെ എസ്കേപ്പ് ആവണം. എന്ത് ചെയ്യും? പുറത്തത്തെ വ്യൂവിന് ഒരു ക്യാമറ നമ്മുടെ അടുത്തുണ്ട്. ക്യാമറ ട്രാക്ക് ആക്കട്ടെ. ക്യാമറ ട്രാക്ട് അല്ല, ഇവിടെ നിന്ന് ക്യാമറ ട്രാക്ക് ആക്കട്ടെ. ക്യാമറ ട്രാക്ട് കുറച്ച് നേരം നമ്മുടെ ഫോണിൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാമറ വ്യൂ ഗൈസ്. പുറത്തുനിന്ന് ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ആരുമില്ല. അപ്പം ശരി, ക്യാമറ വ്യൂ ഓഫ് ആക്കട്ടെ. ക്യാമറ വ്യൂ ഓഫ്. അപ്പോൾ ക്യാമറ വ്യൂ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ എന്ത് കഷ്ടം ഗൈസ്, നമ്മുടെ പോലീസ് ഇവിടെ ഉള്ളത്. അപ്പം വേറെ വല്ല വഴി കൊണ്ടുവന്ന് നോക്കാം. ഈ തൊഴി വെള്ളം ചാടി കിടക്കാൻ പറ്റുമോ? പറ്റൂല. കുറച്ച് വെള്ളം കുടിക്കാം. നല്ല സുഖം. അപ്പം എന്താ, നമ്മളുടെ കൂട്ടുകാരൻ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. അതെന്താ കൂട്ടുകാരൻ വിളിക്കുന്നത്? നമ്മുടെ വേറെ കൂട്ടുകാരനാ ഗൈസ്. നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റിക്കി ബോംബ് വെക്കാനാണ്. ഞാനത് ആക്ടിവേറ്റ് നമ്മൾ തന്നെ ആക്കണം. അപ്പം നമുക്ക് ആരും പറയണ്ട. 1 enemy 2 സ്റ്റിക്കി ബോംബ് ആൻഡ് ആക്ടിവേറ്റ്. ഓക്കെ ഗൈസ്. സൈലൻസർ ബോംബ് വരുന്നു. ചേട്ടാ, നിങ്ങളെല്ലാം കണ്ടോ? ഞാൻ കണ്ടു കുറേ സംഭവങ്ങൾ. ചേട്ടാ, നീ അങ്ങനെ കാണണ്ട. എന്നാ പിടിച്ചോ. അയ്യോ ഓനെ, ഞാൻ ഒന്നും പറയില്ല. പറഞ്ഞാൽ തന്നെ താങ്കൾ ജീവിച്ചിരിക്കണ്ടെന്നോ? ഞാനും ഫൈറ്റിനുണ്ടാ അടിക്കാന്നെ. എൻ്റെ പെട്ട അവിടെ നിന്ന് ഇറങ്ങണ്ട. പോലീസുകാരൻ ചേട്ടാ, ഇവനെ കൊല്ലേ. അത്ര കഴിയോ? എന്നെ ടെക്നിക്ക് പുഷ്കും അതെയോ? മതി മോനെ. ഫുൾ ഫൈറ്റ് ആയി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പുറത്തേക്ക് എങ്ങനെയും കിടക്കണം. അവനെന്താ പറഞ്ഞ? ശരി, അവൻ കോൾ അറ്റൻഡ് ചെയ്യാം. എടാ നമ്മൾ എന്താക്കിയിട്ടുണ്ട് കേട്ടോ. എന്താക്കിയിട്ടുണ്ട്? മതിൽ പൊട്ടിച്ചു. ചാടി കിടന്നു. നൈസായിട്ട് മേലേക്ക് പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ആരും പറയാതെ സാറുടെ കൂടെ ഇറങ്ങുന്നു. ശരി. ഇവിടെയാണോ? നമ്മള് മതിൽ പൊട്ടിച്ച സ്ഥലത്ത് കയറിയിട്ടുണ്ട്. അവരാരും കണ്ടില്ല. ഇതാണ് ഇവിടെ. അവനെങ്ങനെ മതിൽ പൊട്ടിച്ചേ? പറഞ്ഞ് ഇതുവഴി ചാടാനല്ലേ? ഇതുവഴി ചാടാൻ പറ്റുന്നില്ല. ഇതുവഴി ചാടാനല്ലോ പറഞ്ഞു. അവൻ താഴെ ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, താഴെ ഇറങ്ങി കോസ്റ്റ്യൂം മാറട്ടെ. നമുക്ക് ഇതൊരു ഫോൺ ടെക്നോളജിയാണ്. വൈഡ്രസ് മാസ്ക് ഇടാം ഒരു ലുക്കിന്. ഓക്കെ, സാറുമാരൊക്കെ ഉണ്ട്. പക്ഷെ ആരും കണ്ടില്ല. ഇവിടെ ഒന്നും ആരും കാണണ്ടല്ലോ. ഓക്കെ സാറേ, എനിക്കൊരു കംപ്ലൈൻറ്റ് എഴുതാനുണ്ട് കേട്ടോ. ശരി. സാർ, ഇവിടെ ആകെ ഒരു പ്രസന്നരേ ഉള്ളൂ. മച്ചോനോട് പോയി. കംപ്ലൈൻറ്റ് കൊടുക്ക്. ശരി. അപ്പം ഗൈസ്, സോറി ഗൈസ്. അപ്പോൾ പോലീസ് സാറേ, എന്തൊക്കെയുണ്ട്? പ്രോബ്ലം അത് പറഞ്ഞിട്ട് പോയാ പോകുന്നൊക്കെ. ശരി. പ്രോബ്ലം
8 വയസ്സോ അതെന്തോ ഒന്നുമില്ല സാറേ. നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ഓ ഓക്കെ. നമ്മൾക്ക് മറ്റേ എൻ്റെ ഒരു വണ്ടി കാണാതായിട്ടുണ്ട്. ആ വണ്ടി നീ തിരിച്ചു കിട്ടുമോ സാറേ? ഓ നോക്കാം എല്ലാ ഇതും ഓക്കെ സാറിന് നമ്പറിലേക്ക് അയക്കാം. ഓക്കെ അയച്ചിട്ടുണ്ട് ഗൈസ്, ഡീറ്റെയിൽസ് ഒക്കെ മിസ്സായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം സാറുമാരെ ബൈ ബൈ. കഴിഞ്ഞിട്ടും കാണാത്ത പോലീസ് വണ്ടി ഇത് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അതുകൊണ്ട് ഈ പോലീസ് വണ്ടി വാങ്ങിക്കാൻ നൈസായിട്ട്. സാറേ ഞാൻ ഈ പോലീസ് വണ്ടി വാങ്ങിക്കണ്ടേ? പൈസ ഞാൻ തരാം. 1 കോടിയല്ലേ ഉള്ളൂ, ചോദിച്ചോ. ഓക്കെ ശരി, എടുത്തോണ്ട് വയ്ക്കാം. ഇത്ര സിമ്പിളായിട്ടാണ് ഗൈസ് ഇതൊക്കെ കിട്ടുന്നത്. എടുത്തോണ്ട് പോവാം. ഇൻ്റർനാഷണൽ പോലീസ് എന്തിനാണ്? പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സൈറൺ ഓണാക്കാൻ പാടില്ലാന്ന്. ലംബോർഗിനിയൊക്കെ വരുന്നുണ്ട്. ഇത് മൊത്തമല്ലോ. എത്തവൻ അയ്യോ നമ്മളെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോന്ന്. അയ്യോ പെട്ടു. പോലീസ് ഇറങ്ങിയോട്? ഇറങ്ങി സാറേ, ഇറങ്ങി. അയ്യോ പോലീസ് വന്നാൽ തിരിച്ച് കൊണ്ടുപോക്കണ്ടല്ലോ. പോലീസല്ല, ഞാൻ തന്നെയാ. ഇറങ്ങണം. അത്ര നല്ലതായിരുന്നു. നമുക്കൊന്ന് ഉള്ളിൽ കയറി റിലാക്സ് ആവട്ടെ. Relax for the world, relax for the life, relax for everyone. നമ്മുടെ ബെഡിലങ്ങോട്ട് തുള്ളിച്ചാട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സക്സസ്ഫുള്ളി തിരിച്ചെത്തി. നമ്മളെ കൂട്ടുകാരന് നന്ദി. അവൻ വീടിന് മുമ്പിൽ വരുന്നുണ്ടോ നിൽക്കുന്നത്? ഒരു വെള്ള ഷർട്ട് ഇട്ടവൻ. നോക്കട്ടെ അടുത്ത പോലെ കറങ്ങി നടക്കണ്ടോന്ന്. സ്വിമ്മിംഗ് പൂളിൽ ചാടാം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ രക്ഷപ്പെട്ടത്. ഞാൻ പുലി നീന്താൻ എലി. അവൻ എവിടെയാന്ന് സൈഡിലൊന്നും ഇല്ലേ? അവൻ കറുപ്പ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? ഡാ പെട്ടെന്ന് പറഞ്ഞ എനിക്ക് പതുക്കെ പറയാൻ പറ്റുള്ളൂടേ. ഓ ശരി. എന്താ ശരി, താങ്ക് യു ബ്രോ. താങ്ക് യു ഒക്കെ എന്താ? ശരി, നീ രക്ഷപ്പെട്ട വന്നോ? വന്നു. ആ വണ്ടി എടുത്തിട്ടാണ് വന്നത്. ഏതുകൊണ്ട്? പോലീസ് വണ്ടി. കാണിച്ചിരുന്നോ? കാണിച്ചിരുന്ന അതൊക്കെ ഉണ്ടാക്കാം. ശരി. വാ എൻ്റെ കൂടെ വാ. ശരി വരാം. നോക്ക് ഇവിടെ വാ, വീട്ടേക്ക് വാ. ഓടി വാ. എന്നോട് കണ്ടല്ലോ. ശരി, അതുകൊണ്ടോ വണ്ടി? ഓ സീനുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ? ഇൻവൈറ്റ് ഒക്കെ പിന്നെ നീ എന്താ അടിയിലേക്ക് കുഴിഞ്ഞു പോന്നേ? അതൊക്കെ എൻ്റെ ട്രെൻഡാ? നീ വീടിനുള്ളിലേക്ക് കയറണ്ടേ? ഇവരെന്ത് ഭൂശക്തി തോന്നുന്നു ഉള്ളിലേക്ക് കുഴിഞ്ഞു പോന്ന്. അപ്പോൾ വണ്ടിയൊക്കെ കണ്ടില്ലേ? വണ്ടിയൊക്കെ കണ്ടടേ. ഓട്. വണ്ടിയൊക്കെ കണ്ടില്ലേ? വണ്ടിയൊക്കെ കണ്ടു. ശരി. അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ ഇവരുടെ അടുത്തൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റാൻഡ് വീഡിയോ. ഏത് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ പവറുള്ളതെന്ന് നോക്കാം. അതിൽ KGF റോക്കി ബായിൻ്റെ ബൈക്ക് ഉണ്ടാവും. റോക്കി ബായിൻ്റെ ബൈക്ക്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ഓട്. ശരിയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ശരി ഗൈസ്, ബൈ.